ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മൾ സാധാരണ നോർമലായിട്ട് വീട്ടിലൊക്കെ തയ്യാറാക്കുന്നതായിരിക്കും, പക്ഷേ എൻ്റെ ഒരു രീതിയിലും കുറച്ചൊന്ന് ടേസ്റ്റി വേർഷനും കൂടെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പിയും പിന്നെ അതുപോലെ തന്നെ ചമ്പ പുട്ട് പൊടി വെച്ചിട്ടുള്ളൊരു പുട്ടും കൂടാണ് കാണിക്കുന്നത്. വീട്ടിൽ തന്നെ ഓൾറെഡി ഞാൻ പൊടിച്ച് വറുത്ത് വെച്ചിട്ടുള്ള മാവാണ്. അതിലേക്ക് ആവശ്യം പോലെ നിറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി ഒന്ന് വെച്ചിട്ട് അടപ്പ് വെച്ച് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഇപ്പം ഞാൻ തലേ ദിവസം തന്നെ ഒരു 1.5 കപ്പോളം കടലൊന്ന് വെള്ളത്തിട്ടൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കറി വയ്ക്കുന്നതിന് മുന്നേട്ട് 1-2 തവണ ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇനി കറിക്ക് മസാലയ്ക്കുള്ളതായിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു 8-10 ചെറിയ ഉള്ളി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 4-5 സവാള എടുക്കാം. നല്ല വലിയ സവാളയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു 3 മതിയാകും. കുഞ്ഞു സവാളയൊക്കെ ആണെങ്കിൽ ഒരു 4-5 എടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞു സവാള ആയതുകൊണ്ടാണ് ഒരു 5 എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തൊലിക്ക് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ തക്കാളി ഞാൻ ചെറിയ തക്കാളിക്കാണെങ്കിൽ 1 മുഴുവൻ ചേർക്കാം, അല്ല വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി കേട്ടോ. പിന്നെ അത് ആ ഒരു സവാള ഒന്ന് ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. കടലക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. അതുപോലെ തന്നെ ആ ഒരു കറിക്ക് ആ ഒരു ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3-4 പച്ചമുളകും, പിന്നെ അതുപോലെ തന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, 10-12 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചെടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാളയും ക്യാരറ്റും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനം വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴിച്ചൊന്ന് ഇത് ഏകദേശം ഒന്ന് ഒതുങ്ങി വരുന്ന സമയത്ത് അതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും പിന്നെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ആ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴിച്ച് അതിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പകുതി തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ആ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടലാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ ഒരു 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 4-5 വിസിൽ പോകുന്നവരൊന്ന് കടല ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ വെച്ചെടുക്കാം. അതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി, ഒരു 3/4 കപ്പോളം തേങ്ങ ചിരകിയതും, ചെറിയൊരു കഷ്ണം പട്ട മതി, ഞാൻ ഇട്ടത് അല്പം കൂടി പോയിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം മതി അതും, പിന്നെ ഒരു 4 ഏലക്കയും, ഒരു 2 ടീസ്പൂണോളം പെരിഞ്ജീരകവും, 2 ടീസ്പൂൺ മല്ലിയും, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ കുരുമുളകും, 1 ടീസ്പൂൺ പോപ്പി സീഡ്സും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒരു 5-6 മിനിറ്റ് ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തൊന്ന് മാറ്റി വയ്ക്കാം. എന്ന് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ആവശ്യം പോലെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കൂട്ടും കൂടി ഇതിൽ കറിയിലേക്ക് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ കറിയുടെ ഒരു കൺസിസ്റ്റൻസി നോക്കണേ. നല്ലോണം തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരു ചെറിയൊരു ലൂസായിട്ടൊന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് കറിക്ക് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം രമ്പയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ഒരു കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്തൊന്ന് ചൂടാക്കിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ ഇപ്പോൾ കറി റെഡിയായ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവൊക്കെ നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മാവൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നനച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുത്തിട്ടുള്ള മാവിന് കേട്ടോ. അപ്പോൾ തേങ്ങ പിരിയിടുക, അതുപോലെ തന്നെ മാവ് നിറയ്ക്കുക, അങ്ങനെ പുട്ടുണ്ടാക്കാൻ അറിയാമല്ലോ സാധനം, ആ ഒരു നോർമൽ ആ ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ പുട്ടും കടലക്കറിയും പപ്പടവും ഒക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയും റെസിപ്പിയും ഇഷ്ടമായാലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.